ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ ഗ്യാസിൻ്റെ ബർണർ ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, സാധാരണ രീതിയിൽ നമ്മളിത് കഴുകി എടുത്താലൊന്നും അതിനൊരു മാറ്റവും കാണത്തില്ല. ദേ ഈ കളർ അതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ ഉണ്ടല്ലോ വെട്ടിത്തിളങ്ങുന്നത് പോലെയാക്കാം. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മളിത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് കരട് എന്തെങ്കിലുമൊക്കെ കയറി ഇരുന്നിട്ട് ഫ്ലെയിം നല്ലതുപോലെ വരത്തില്ല. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിം എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാവുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. അതിന് എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. ഒരുപാട് പേര് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഇതും ഒരു കാരണമാണ് ലോ ഫ്ലെയിമിന്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കരട് കയറിയിരുന്നാൽ നമുക്കിത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അല്ലേ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഈ ബർണർ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നൊന്ന് നോക്കാം അല്ലേ. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. പുളിയെ ഞാൻ കുറച്ച് നേരം മുമ്പ് വെള്ളത്തിലൊന്ന് കുതിർത്തി വച്ചിരിക്കുവാണ്, വളരെ കുറച്ച് വെള്ളത്തിൽ. കാരണം ഇച്ചിരി അതിൻ്റെ നീരിച്ചിരി കട്ടിയോടെ നമുക്ക് വേണം, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് സോപ്പ് പൊടിയാണ്. ഏത് സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല, കുറച്ച് സോപ്പ് പൊടി വേണം. പിന്നെ ഒരു ടോയ്ലറ്റ് ക്ലീനർ വേണം, അതും ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടെ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് വേണ്ടത് ഈ 4 കാര്യങ്ങളാണ്: വിനാഗിരി, ടോയ്ലറ്റ് ക്ലീനർ, ഏതെങ്കിലും സോപ്പ് പൊടി, അതുപോലെ കുറച്ച് പുളിവെള്ളം. അപ്പോൾ നമുക്കിനി ഒരു പാത്രം എടുക്കാം. നല്ല പാത്രമൊന്നും എടുക്കണ്ട കേട്ടോ, ഇച്ചിരി പഴകിയ പാത്രം എടുത്താൽ മതി, കാരണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിലേക്ക് ഞാൻ ബർണർ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം എടുത്തതിന് ശേഷം ഈ പാത്രം വെച്ച് ചൂടാക്കിയാലും മതി. എന്നിട്ട് ഞാൻ ഈ കപ്പിലാണ് അളവെടുക്കുന്ന, ഒരു കുഞ്ഞു കപ്പിൽ. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ ഇതിൽ 1/2 കപ്പ് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ചൂടുവെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ആ പുളി ഉണ്ടല്ലോ, ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. അത് 1 കപ്പ് വേണം. ഇത് കണ്ടല്ലോ, നല്ല കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വളരെ കുറച്ച് വെള്ളം മതിയെന്ന്. അപ്പോൾ ഇത്ര തിക്കായിട്ടിരുന്നാൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് നമ്മുടെ പുളിവെള്ളം അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് വിനാഗിരി, അതും 1 കപ്പ് വിനാഗിരി ഞാൻ ചേർക്കുന്നത്, അതും കൂടെ ചേർക്കണം. വിനാഗിരി ചേർത്തപ്പം തന്നെ അത് നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ആ സോപ്പ് പൊടിയുടെ ഇതും എല്ലാം കൂടെ ആയിട്ട് നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് ടോയ്ലറ്റ് ക്ലീനറാണ്. ഇതൊരു 1/2 കപ്പ് ടോയ്ലറ്റ് ക്ലീനറും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു പഴയ സ്പൂണോ അല്ലെങ്കിൽ കമ്പോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒന്നുകിൽ നിങ്ങൾക്കിത് ചൂടുവെള്ളത്തിൽ ചെയ്യാം, അല്ലാന്നുണ്ട് നല്ലതുപോലെ അതിൽ തുരുമ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാം. പക്ഷെ ചൂടാക്കി എടുക്കുമ്പോൾ സൂക്ഷിക്കുക കേട്ടോ, ഇത് എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് മേളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് കഴിഞ്ഞാണ് ചൂടാക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ. ഇതിനി 2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം. അതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നോക്കാം ബർണറിൻ്റെ അവസ്ഥ എന്തായെന്ന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും കൈ കൊണ്ടൊന്നും എടുക്കരുതേ, പഴയ സ്റ്റിക്കോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേ നമ്മൾ സൊല്യൂഷനിലേക്ക് ഇട്ട ബർണറും ഈ ബർണറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലതുപോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തും കൂടെ എടുക്കണം കേട്ടോ. സാധാരണ നമ്മളൊന്ന് തേച്ച് കഴുകത്തില്ലേ, അതുപോലെ ഒന്ന് കഴുകിയും കൂടെ എടുക്കുമ്പോഴേ കറക്റ്റ് ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും. കാരണം അതിൽ ഇളകിയ ആ അഴുക്കെല്ലാം അതിൽ പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും കണ്ടല്ലോ അല്ലേ വ്യത്യാസം. നമുക്കിനി ഇത് വാഷ് ചെയ്തെടുത്തിട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന്.
അപ്പം ഞാൻ ദേ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. നല്ലതുപോലെ നമ്മളൊരു പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മളെ ബർണർ എടുപ്പുള്ളത് അതുപോലെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ സാധാരണ രീതിയിൽ നല്ലതുപോലെ സ്ക്രബ് വെച്ച് ഉരച്ചാലൊന്നും ഇത് ബർണറിലെ അഴുക്ക് പോകത്തില്ല, കളർ ഇങ്ങനെയൊന്നും മാറി വരത്തില്ല. നിങ്ങൾ അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.